കഴിഞ്ഞ ദിവസം രാഹുൽ ഈശ്വറിനെ അറസ്റ്റ് ചെയ്തു. രാഹുൽ ഈശ്വറിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ ഇതിൽ രാഹുൽ ഈശ്വർ ചെയ്ത തെറ്റെന്താണ്? രാഹുൽ ഈശ്വർ ഒരു തെറ്റ് ചെയ്തിട്ടില്ല. ഇത് തന്നെയാണ് എന്റെയും ചോദ്യം. രാഹുൽ ഈശ്വർ എന്ത് തെറ്റാണ് ചെയ്തത്? അദ്ദേഹം കുറച്ച് സത്യങ്ങൾ വിളിച്ചു പറഞ്ഞു. പക്ഷേ അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരുപാട് തെളിവുകളും ഉണ്ടായിരുന്നു. അദ്ദേഹം പുറത്തു വിട്ടിട്ട് വേണം ഈ ജയിലിൽ പോകേണ്ടതായിരുന്നു. പക്ഷേ ഇത്രയും അദ്ദേഹം ഉണ്ട് എന്ന് പറയുന്ന തെളിവുകൾ അത് എന്റെ കയ്യിലായിരുന്നുവെങ്കിൽ കൃത്യമായിട്ടും ഞാൻ അത് പുറം ലോകത്തെ അറിയിച്ചതിനായിരുന്നു. കാര്യം ഇങ്ങനെ അതിജീവിതമാർ ഇവിടെ കേരളത്തിൽ വേണ്ട. കാരണം യഥാർത്ഥ അതിജീവിതകൾക്ക് നിയമപരിരക്ഷയും ഒരു നീതിയും കിട്ടാത്തൊരവസ്ഥയിലോട്ട് വരും. കാര്യം ഓരോ പുരുഷന്മാരുടെ അടുത്ത് സ്വന്തം ഭർത്താവിരിക്കെ മറ്റുള്ള പുരുഷന്മാരുടെ അടുത്ത് കിടപ്പറ പങ്കുവെച്ചിട്ട് നേരെ പോയി ഞാൻ അതിജീവിത എന്ന് പറഞ്ഞിട്ട് മാധ്യമങ്ങളുടെ മുൻപ് വന്ന് പറയുകയും രഹസ്യമായിട്ട് മാളത്തിൽ ഒളിച്ചിരുന്ന ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന ഇവരോടൊക്കെ നമുക്ക് പുച്ഛമാണ്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം ചെയ്യേണ്ടത് എന്തായിരുന്നു? ഉണ്ടായിരുന്ന തെളിവുകൾ, ഫോട്ടോയും അവർ വർക്ക് ചെയ്യുന്ന മറ്റു കാര്യങ്ങളും എല്ലാം ഫുൾ ഡീറ്റെയിൽസ് പുറത്തു വിടണമായിരുന്നു. പുറത്ത് വിട്ടിട്ട് അന്തസ്സായിട്ട് പോയി ഇപ്പോ റിമാൻഡിലോട്ട് പോയിരുന്നുവെങ്കിൽ വളരെയധികം എന്താ പറയാ, നമുക്കൊക്കെ ഒരു അഭിമാനം ഉണ്ടായിരുന്നു. ഇത് ഒരു തെളിവും അദ്ദേഹം പുറത്തു വിട്ടിട്ടില്ല. നിയമത്തിന്റെ അദ്ദേഹം ഒരു അഡ്വക്കേറ്റ് ആണ്, അത് വേറൊരു സത്യം. അപ്പൊ അദ്ദേഹത്തിന് കാര്യം നിയമവശം അറിയാം. അപ്പൊ ആ നിയമവശം അറിയാം. അതിന്റെ പരിധിയിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം കാര്യങ്ങൾ ചെയ്തത്. കുറച്ച് സത്യങ്ങൾ പറഞ്ഞു. കാര്യം തെളിവുകൾ പുറത്തു വിടാതെ സത്യങ്ങൾ പറഞ്ഞു. അതിന് അദ്ദേഹത്തിന്റെ വായടപ്പിക്കുന്ന ഒരു രീതിയാണ് ഇപ്പൊ വന്നിട്ടുള്ളത്. കാര്യം ഇനി അദ്ദേഹം ജാമ്യത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ആ വിഷയത്തെ കുറിച്ച് അദ്ദേഹത്തിന് സംസാരിക്കാൻ പറ്റില്ല.